ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നെല്ലിക്ക കൊണ്ടാണ് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. നെല്ലിക്കയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. നെല്ലിക്ക വെറുതെ കഴിക്കാനും നല്ലതാണ്, ദിവസവും ഒന്ന് കഴിക്കുന്നത് നല്ലതാണ്. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക നല്ലതുപോലെ കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റാം. ഇനി നമുക്ക് നെല്ലിക്കയെല്ലാം ഇഡ്ഡലി തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. കൂടുതൽ നേരം ആവി കയറ്റേണ്ട, ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളർ മാറുന്നത് വരെ ആവി കയറ്റിയാൽ മതി. പച്ച കളർ മാറി ചെറിയൊരു മഞ്ഞ കളർ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായി കളർ മാറിയിട്ടുണ്ട്. ഇനി ഈ നെല്ലിക്ക എല്ലാത്തിലും ഫോർക്ക് വെച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കടായി എടുക്കാം. അതിലേക്ക് 250 ഗ്രാം പനം കൽക്കണ്ട് എടുക്കുന്നുണ്ട്. നല്ല പാക്കറ്റിൽ കിട്ടിയ പനം കൽക്കണ്ടാണ്, അപ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു. അത് ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ട് തിള വരുമ്പോൾ ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇട്ടതിന് ശേഷം നമുക്കിതിനെ അടച്ച് വേവിക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വേവിക്കേണ്ടത്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം 30 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തേൻ നെല്ലിക്കയാവും. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള തേൻ നെല്ലിക്ക റെഡി. ഞാൻ ഉണ്ടാക്കിയ തേൻ നെല്ലിക്കയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. തേൻ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്, ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരുന്നാൽ 1 മാസത്തോളം ഇരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.